ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലിയ പ്രതീക്ഷകളോട് കൂടിയായിരുന്നു ഈ സീസണിന് വന്നിരുന്നത്. നമുക്കറിയാം ആ ഒരു കോറിനെ അഥവാ പ്രധാനപ്പെട്ട താരങ്ങളെ നിലനിർത്താൻ KKRന് കഴിഞ്ഞിരുന്നു. പക്ഷേ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരെ കൈവിട്ടിരുന്നു. എന്നാൽ ഈ സീസണിൽ കൊൽക്കത്ത മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അവർ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതായത് 13 മത്സരങ്ങളിൽ നിന്ന് കേവലം 5 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 6 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പ്ലേ ഓഫ് കാണാതെ അവരിപ്പോൾ പുറത്തായി. കഴിഞ്ഞ ലേലത്തിലെ അവരുടെ മാർക്കി സൈനിങ് അത് വെങ്കടേഷ് അയ്യറായിരുന്നു. 23.75 കോടി രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി കൊൽക്കത്ത ചിലവഴിച്ചിരുന്നത്. ഇത്രയും വലിയ തുക ചിലവഴിച്ചത് കൊണ്ട് തന്നെ ഈ താരത്തിൽ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ വെങ്കടേഷ് അയ്യർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. 7 ഇന്നിങ്സുകളിൽ നിന്ന് കേവലം 142 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആവറേജ് വരുന്നത് 20 മാത്രമാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു. 40 ആവറേജിൽ 370 റൺസ് നേടാൻ വെങ്കടേഷ് അയ്യർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇത്രയും വലിയ തുക മുടക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ വെങ്കടേഷ് അയ്യരെ കൈവിടാൻ കൊൽക്കത്ത ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രമുഖ ബംഗാളി മാധ്യമമായ ആനന്ദ ബസാർ പത്രികയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അടുത്ത സീസണിൽ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിക്ക് വെങ്കടേഷ് അയ്യരെ കൈമാറാൻ ഇപ്പോൾ കൊൽക്കത്ത ആലോചിക്കുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ തുകക്ക് ഈ താരത്തെ സ്വന്തമാക്കിയത് ഒരു വലിയ അബദ്ധമായി പോയി എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം. ആരാധകർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത ഒഴിവാക്കാൻ ആലോചിക്കുന്നതും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.